അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ സ്ഥിരം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അവിടേക്കൊന്ന് നന്നായി തട്ടിയെടുത്തിട്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. ഇന്ന് നമ്മുടെ ഫ്രൈഡേ വ്ളോഗാണ്. ഞാൻ ഫ്രൈഡേ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് സാറ്റർഡേ ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഏറെക്കുറെ എല്ലാവരും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഞാനൊന്ന് അടിച്ചു വാരിയെടുത്തു. മുറ്റത്തൊക്കെ അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഓവർ മഴയില്ല കേട്ടോ. ശരിക്കും ഭയങ്കര സങ്കടം. ഒറ്റ ദിവസമാണ് ഓവറായിട്ട് മഴ പെയ്തിട്ടുള്ളത് ആകെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ലഞ്ച് ബോക്സ് എന്താ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാമല്ലേ. കുറച്ച് വെജിറ്റബിൾ ആവശ്യമുണ്ടായിരുന്നു. എല്ലാം പോയി എടുത്തിട്ട് വന്നു. ഞാൻ വേറെ വേറെ ആയിട്ടൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് വെജിറ്റബിളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളതിന് അവിടെ പേപ്പർ വിരിച്ചിട്ട് അങ്ങനെ വെച്ചൊന്നും മാത്രം. പേപ്പർ വിരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വെജിറ്റബിളൊക്കെ കഴിഞ്ഞ് ആ പേപ്പറോട് കൂടി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ലഞ്ച് ബോക്സ് റെസിപ്പിക്ക് വേണ്ടി ഓരോന്ന് റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് പാല് വന്നത്. അപ്പോൾ പിന്നെ പാല് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ സെല്ല റൈസാണ് വെള്ളത്തിലിട്ടത്. ബാസ്മതി റൈസ് ആണെങ്കിൽ അത് ആണ് നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ സെല്ല റൈസ്, അതായത് ബാസ്മതി റൈസ് വാങ്ങിച്ചിട്ട് വാ എന്നും പറഞ്ഞിട്ട് വിട്ടതാണ് മോനെ നല്ല സെല്ല റൈസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതാ നമ്മുടെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഒരു വലിയുള്ളി, ഒരു തക്കാളി വേണം, പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റും തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബീൻസ് ഒരു 4-5 എണ്ണം എടുത്തോ. ഈ ഒരു കെയർ ഓഫിലെങ്കിലും കുട്ടികളുടെ വയറ്റിൽ ഇതൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും തൊലി ചെത്തിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് എടുക്കുക. ഈ ഒരു സൈസിലുള്ളത് എടുത്താൽ മതി. അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ആരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടും ഈസി ആയിട്ടും തോന്നിയ റെസിപ്പി ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെറുതെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചായ റെഡി ആയപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ അരിച്ചെടുത്തിട്ട് കൊണ്ടു കൊടുത്തു. അതിന് ശേഷം ഇവിടെ 1 തക്കാളി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തക്കാളി ഒന്ന് അരിയുമ്പോഴാണ് എനിക്ക് അരി വെള്ളത്തിലിടാണ്ട് ഇരുന്നത് ഓർമ്മ വന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കപ്പിൽ ഞാൻ അരി വെള്ളത്തിലിട്ടു. 1 കപ്പ് മതി, കാരണം അയൻകുട്ടി മാത്രമല്ലേ പോകുന്നത്. ഇത് തന്നെ 2 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ റിഹാൻ ഉച്ചയ്ക്കും കഴിക്കും, അയൻകുട്ടി കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ അതൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. തക്കാളി റെഡി, പച്ചമുളക് റെഡി, ഒരു വലിയ ഉള്ളിയും കൂടി ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഹായ് ജിനിത്ത, സുഖമാണോ? നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെ വലൈക്കും അസ്സലാം. പിങ്ക് മോര് കറി സൂപ്പർ. റിഹാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിയായി, കൊള്ളാം. താങ്ക് യു സോ മച്ച്. എന്തായാലും പിങ്ക് മോര് കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഇവിടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജിനിയെ കണ്ടാൽ ഓവർ വണ്ണമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വണ്ണം കുറക്കുന്നത്? പിന്നെ എന്താ പറയുക, ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഞാൻ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓവർ വെയ്റ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് കുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ തൈറോയിഡ് ഉള്ളത് കാരണം എൻ്റെ വണ്ണം വേഗമൊന്നും കുറയൊന്നുമില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഞാനിവിടെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടർ അതും ചേർത്തെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചിരി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി 2 സ്പൂണ് കുഞ്ഞ് സ്പൂണിന് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഒരു വലിയ സ്പൂണിന് മുളക് പൊടിയും 1/2 സ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിവിടെ അരി കഴുകി വാർന്ന് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 കപ്പ് അരിയല്ലേ എടുത്ത്, അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ അവിടെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബോയിൽ ചെയ്ത വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കുക്കറിൻ്റെ അടപ്പ് അടച്ച് വയ്ക്കാം. എന്നിട്ട് 2 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചെടുത്തത്. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും. രണ്ടാമത്തെ വിസിൽ വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാത്തു നിൽക്കണ്ട, കുറച്ച് നേരം കഴിഞ്ഞതും ഓഫാക്കി എടുക്കുക. കറക്റ്റ് വേവിൽ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഗീ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു, അത്രയും ഗീൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഓവർ വണ്ണമൊന്നും ഇല്ലല്ലോ, ഓവർ വണ്ണം ഇല്ല, എന്നാലും കുറയ്ക്കുന്നത് നല്ലതാണ് തോന്നി. പക്ഷേ മുഖമാണ് പെട്ടെന്ന് ഒട്ടിപ്പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു ഡയറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഉമ്മയുടെ ജിനി എന്തുണ്ട് വിശേഷം? ഇപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. ഞാൻ DM-ൽ മെസ്സേജ് അയച്ചിരുന്നു, ഓർമ്മയുണ്ട്. എല്ലാവരോടും സലാം പറയണേ, ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. ഓക്കെ മുത്യാസ്മിറ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മോനിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഇതാ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. മോന് പണിയാരം കഴിച്ചതാണ്, ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കൊടുത്തതാണ് ചൂടാക്കിയിട്ട്. പിന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് കാണണം. ഉമ്മയും ഉപ്പയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വ്ളോഗിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അയൻകുട്ടിയുടെ തലയാട്ടൽ, റിഹാൻ ഇടയ്ക്ക് എല്ലാവരും കൂടി പോകുമ്പോൾ ഡ്രൈവ് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മൾ ടെൻഷൻ അടിപ്പിക്കരുത്, അവനെ പിന്നെ അങ്ങ് ഓക്കെ ആവും. ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്, ഞാൻ ഇതിലോട്ട് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ വയറ്റിൽ കുറേ വെജിറ്റബിൾ പോവും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുകൊണ്ട് അവൻ പോകുന്നുണ്ട്. ഫ്രണ്ട്സും ഒക്കെ കഴിക്കും കേട്ടോ, കഴിക്കട്ടെ എല്ലാ പിള്ളേരും. അവനക്ക് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി കുക്കിംഗ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. മാഷാല്ലാ, റിഹാൻ വണ്ടി ഓട്ടുന്നുണ്ട്, കണ്ടപ്പോൾ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ലൈസൻസ് എടുത്തു വെച്ചിട്ട് അവിടെ വെറുതെ ഇരിക്കല്ലേ. ആരെങ്കിലും വീട്ടിൽ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോൾ തോന്നും കേട്ടോ. അങ്ങനെ തേങ്ങ പൊളിച്ച് കറിവേപ്പിലയും വലിച്ചിട്ട് വരുമ്പോഴത്തേക്കും അവൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാനിന്ന് ലഞ്ചിന് തീയലുണ്ടാക്കാമെന്ന് ഇന്നലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് വേണ്ടി മീൽ പ്രപ്പ് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുളി വെള്ളത്തിലിട്ട് വെച്ചു, തേങ്ങ ചിരവിയെടുത്തു, ചെറിയുള്ളിയും തേങ്ങയും കറിവേപ്പിലയും ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു ചുവന്ന കളറാകുമ്പോൾ നമുക്കിതിലോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് ചൂടാറിയ ശേഷം മാത്രം വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് കൈപ്പക്കയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ജീരകം ഉലുവി ഇട്ട് കൊടുത്ത് ചെറിയുള്ളിയും പച്ചമുളകും കൈപ്പക്കയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളെ പാലക്കാട് പൊതുവേ കറികളിൽ അധികം കടുക് യൂസ് ചെയ്യാറില്ല കേട്ടോ. പുളിയുള്ള കറികളിലൊന്നും കടുക് യൂസ് ചെയ്യാറില്ല. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കടുക് യൂസ് ചെയ്യണില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ അടിച്ചു കൊണ്ടുവന്ന അരപ്പും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്തി കൊടുക്കുക. കുറച്ച് പുളി കമ്മിയായപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുളിവെള്ളം ചേർത്തി ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് ഇത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ടുണ്ടാവുക, ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുളിയുള്ള കറികളിലൊന്നും കടുക് യൂസ് ചെയ്യാറില്ല. പരിപ്പ് പോലത്തെ കറികളിലൊക്കെയാണ്, അധികം പുളിയില്ലാത്ത തേങ്ങ അരച്ച കറികളിലൊക്കെയാണ് കടുക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പണിയാരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ് എടുക്കുക, 2 വലിയുള്ളി ചോപ്പ് ചെയ്തത്, ഒരു കുഞ്ഞു പീസ് ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ചോപ്പ് ചെയ്ത നമ്മുടെ മല്ലിയിലയും ചേർത്ത് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക.
അപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറ് പോകണണ്ടില്ല, ഭയങ്കര പിങ്ക് ആയതുമില്ല, എന്നാൽ കുറച്ച് പിങ്ക് ആവുകയും ചെയ്തു കേട്ടോ. കുട്ടികളുടെയൊക്കെ കണ്ണ് പൊടിയിടാൻ പറ്റിയ പലഹാരം കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതിലോട്ട് ഞാൻ മുളക് ചട്നി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ തക്കാളി ചട്നി, അതുപോലെ മല്ലിയില ചട്നി കേട്ടോ. ഇങ്ങനത്തെയൊക്കെയാണ് ഇതിന് ഭയങ്കര കോമ്പിനേഷൻ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക കേട്ടോ. ഇത്രയും എണ്ണൻ്റെ ആവശ്യമില്ല. ഇത്രയും എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ പുറത്ത്. അങ്ങനെ ഞാൻ ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. നല്ല ചൂടായിരിക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പലഹാരം കൂടിയാണ് കേട്ടോ സംഗതി. അങ്ങനെ ഞാനിതാ ഓരോരുത്തർക്കുള്ളത് അങ്ങനെ ചുട്ട് എടുക്കുകയാണ്. പ്ലേറ്റിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 3 വീതം ചമ്മന്തി വിളമ്പിയാണ്ട് ആൺകുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലിതാ ആ ഒരു പീസ് ഞാനൊന്ന് കഴിച്ചു നോക്കി, കാരണം എനിക്കത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയപ്പം ഈ ഒരു പീസ് മാത്രം കഴിച്ചു കേട്ടോ. ജിനി തടിക്കുന്നതാണ് കാണാൻ രസം. മോളെ ഇനി അങ്ങനെ പറയരുത് മോളെ. സ്റ്റീൽ ചോപ്പിംഗ് ബോർഡ് എവിടെ നിന്നാണെന്ന് ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു മാവ് ഇച്ചിരി ബാക്കി വന്നപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. ഉച്ചക്കിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിലൊക്കെ ഒന്ന് പോയി അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. ജിനി അവർ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. കുക്കിംഗ് നല്ല രസമാണ്, ബട്ട് ആഫ്റ്റർ ക്ലീനിങ് ഇങ്ങക്കോന്ന് എനിക്കും ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെയിലും പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കും, ലാസ്റ്റ് കഴുകും. അല്ലെങ്കിൽ ഞാൻ നോർമൽ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പം കഴുകിയെടുക്കുമ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുക്കിംഗ് കാണാൻ വേണ്ടി മാത്രം വീഡിയോ കാണുന്ന ഞാനിന്ന് താങ്ക് യു സോ മച്ച്. എനിക്കൊരു കുക്കിംഗ് ചാനലാക്കി എടുക്കണം എന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ദോശച്ചട്ടിയിൽ ഓട്ടട ചൂടാൻ പാടില്ല അത്ര. ഞാനിപ്പോൾ 11:20 വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ വോയിസിന്. അങ്ങനെ മെഴുകിയ പോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തായാലും ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. കയ്പ്പൊക്കെ എനിക്കിഷ്ടമാണ്. ചോറിലിങ്ങനെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കയ്പ്പൊക്കെ തീയിലാണ് കേട്ടോ മോർണിംഗ് ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ചായ വെച്ച് ഒരു കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉഷാറ് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ കടലയൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനും കാണാറുണ്ട്, എല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞു. പിന്നെ രസത്തിൽ മല്ലിയില ഇല്ലേ അരക്കാറുണ്ടോയെന്ന്, മല്ലി ഇല അരയ്ക്കാറുണ്ടോയെന്ന്. ഇല്ല, രസത്തിൽ ഞാൻ മല്ലിയിലൊന്നും അരയ്ക്കാറില്ല. അയ്യോ, ഇത് ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഭയങ്കര സ്പീഡിൽ പോകണു. കുറച്ച് സ്ലോ ആക്കട്ടെ. അതായത് ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് പൊടിച്ചെടുക്കണം. നമ്മുടെ മുഴുവൻ മല്ലിയും ജീരകവും വലിയ ജീരകം, കടുക്, പിന്നെ പട്ടഗ്രാമ്പു, ഏലക്ക ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലോട്ട് 5-6 വെളുത്തുള്ളിയും പുളിയും ശർക്കരയും പിന്നെ കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓയിലിലോട്ട് 2 വലിയുള്ളിയും കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന ശേഷം മാത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇനിയും കുറേ കമൻസ് വായിക്കാനൊക്കെ ഉണ്ട്. എനിക്കിതിലും ഇനി വായിക്കാൻ പറ്റുമോ എന്ന് എന്തായാലും അറിയില്ല. അപ്പോൾ വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കാം കേട്ടോ, കാരണം റെസിപ്പിയും പറയണ്ടേ. ഈ അരപ്പ് ഫുള്ളായിട്ട് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല, കാരണം എനിക്ക് കുറച്ച് മസാല കുത്ത് കൂടിയതുപോലെ തോന്നിയിട്ടാ. ഇതിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതി എന്നാണ് എനിക്ക് തോന്നണേ. മിക്സിയിൽ ജാറിൽ വെള്ളമാക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇനി നമുക്ക് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ മസാല ഒന്ന് വെന്ത ശേഷം ഞാൻ ഒരു 1.5 കപ്പ് ഇത്രയും ലൂസിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനി തിളപ്പിച്ച് കട്ടിയാക്കി എടുക്കണം കേട്ടോ. അതുപോലെ കുക്കറിൽ ചോറ് വെച്ചു, എഗ്ഗൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. കുറേ നേരത്തെ സമയത്തിന് ശേഷം നമ്മുടെ ഗ്രേവി ഇത്രത്തോളം കട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു പണ്ടാര സാധനം ഉണ്ടാക്കരുത് കേട്ടോ. പണ്ടാരം എന്നൊക്കെ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഒരു റീല് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്, ആകെ കൊളായി എന്ന് പറയാം. അപ്പോൾ എന്തായാലും കൊളായത് ഞാൻ എവിടെ കാണിക്കൊന്നും ചെയ്തില്ല. ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു, കുട്ടികളെയും കൊണ്ട് കഴിപ്പിക്കണ്ടേ. അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.